നമസ്കാരം. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇസ്രായേലിൽ നിന്ന് ഷിരി ബിബാസ് എന്ന വീട്ടമ്മയെയും അവരുടെ 2 പിഞ്ചു മക്കളെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികളും ഒപ്പം അവരുടെ കൂട്ടാളികളായ മറ്റ് തീവ്രവാദ സംഘടനകളും നടത്തിയ കടന്നുകയറ്റത്തെ തുടർന്നാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. ഷിരി ബിബാസ് 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിലവിളിക്കുന്നതും അവരെ ബലം പ്രയോഗിച്ച് വാഹനങ്ങളിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങൾ അന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിന്നീടാണ് ഷിരി ബിബാസും മക്കളുമൊക്കെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും ഇസ്രായേലിനെ മാത്രമല്ല ലോകത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഈ അമ്മയും കുഞ്ഞുങ്ങളെയും ഈ തീവ്രവാദികൾ കൊന്നു കളഞ്ഞത്. ഹമാസ് തീവ്രവാദികളാണ് ഇവരെ കൊന്നത് എന്ന് തന്നെയാണ് പൊതുവെ അന്ന് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ അമ്മയും കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്ത തീവ്രവാദ നേതാവിനെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വധിച്ചിരിക്കുന്നു എന്നാണ്. ഇയാൾ ഹമാസിൻ്റെ നേതാവല്ല, മുജാഹിദീൻ ബ്രിഗേഡ് എന്ന ഗാസയിലെ താരതമ്യേന ചെറിയൊരു തീവ്രവാദ സംഘടനയുടെ നേതാവായിരുന്നു. പക്ഷേ ഇയാൾ അങ്ങേയറ്റം ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആളുകളെ കൊന്നുകൊള്ളുന്ന കാര്യത്തിൽ യാതൊരു ദയയും കാണിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു ഇയാളെന്നാണ് പറയപ്പെടുന്നത്. വളരെ ചെറുപ്പക്കാരനാണ്. മുഹമ്മദ് ഹസൻ മുഹമ്മദ് അവാദിൻ എന്നാണ് ഇയാളുടെ പേര്. അവാദിൻ എന്നാണ് ഇയാൾ പൊതുവെ അറിയപ്പെടുന്നത്. ചെറുപ്പക്കാരനാണ്. നേരത്തെ ഇസ്രായേൽ അമേരിക്കൻ പൗരത്വമുള്ള 2 പേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും ഇയാളാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം ഇയാളെ വധിച്ചിരിക്കുന്നു. ഇസ്രായേലുകാരുടെ വലിയൊരു കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത്. ഈ അമ്മയും കുഞ്ഞുങ്ങളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ ഹമാസ് അറിയിച്ചിരുന്നത്. ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളുടെ കൂട്ടത്തിൽ ഇവരുടെ ചിത്രങ്ങളും പേരുകളുമൊക്കെ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വളരെ വൈകിയാണ് ഇവർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഇവരുടെ മൃതദേഹങ്ങൾ പരിശോധിച്ച ഇസ്രായേൽ ഡോക്ടർമാർ ഇവർ 3 പേരെയും കഴുത്ത് ഞെരിച്ചാണ് കൊന്നത് എന്നാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ തീവ്രവാദികളെന്ന് വെളിപ്പെടുത്തിയിരുന്നത് ഇവർ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു. ഷിരിയുടെ മൃതദേഹത്തിന് പകരം മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം കൊടുത്തയച്ച് കബളിപ്പിക്കാനും ഇതിനിടെ തീവ്രവാദികൾ ശ്രമിച്ചിരുന്നു. പിന്നീട് ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചതിനെ തുടർന്നാണ് അവരുടെ മൃതദേഹം ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നത്. ഷിരിയുടെ ഭർത്താവായ യർദേൻ ബിബാസിനെയും അന്ന് തട്ടിക്കൊണ്ടുപോയിരുന്നുവെങ്കിലും ഈയിടെ ഇദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തൻ്റെ ഭാര്യയും മക്കളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയായിരുന്നു യർദേനും വിശ്വസിച്ചിരുന്നത്. അവാദ് കൊല്ലപ്പെട്ട കാര്യം ഇയാളുടെ സംഘടനയായ മുജാഹിദീൻ ബ്രിഗേഡ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്ന സമയത്ത് അവർക്കൊപ്പം അവരെ അനുകൂലിക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി സംഘടനകളുണ്ടായിരുന്നു. മറ്റ് തീവ്രവാദ സംഘടനകൾ തട്ടിക്കൊണ്ടുപോയ ബന്ദികൾ എവിടെയാണ് എന്നുള്ള കാര്യം പോലും ഹമാസിന് ഒടുവിൽ അറിയില്ലായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഷിരിയുടെയും മക്കളുടെയൊക്കെ തന്നെ ചിത്രവും പേരും ഉൾപ്പെടുത്തിയിരുന്നത്. അതേസമയം ഹമാസിൻ്റെ പ്രചാരണത്തിന് ചുമതല വച്ചിരുന്ന മുഹമ്മദ് സാലെ അൽ ബർദാവിലിനെയും ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ വധിച്ചു. ഇയാളുടെ ഭാര്യയും 3 മക്കളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസിൻ്റെ പ്രചാരണ വിഭാഗത്തിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു ഇയാൾ. ഗാസയിൽ ഇയാൾ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനായിട്ടാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ശരിക്കും ഇയാൾ ചെയ്തിരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും വളരെ തെറ്റായ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു. ഹമാസ് നടത്തിയിരുന്ന റേഡിയോ സ്റ്റേഷൻ്റെ ചുമതലക്കാരനും ഇയാൾ തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബർദാവിലാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഹമാസിനെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും ഇസ്രായേലിനെതിരായ നിരന്തരമായ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിരുന്നതും എന്നാണ് പറയപ്പെടുന്നത്. ഇയാളെയും ഇസ്രായേൽ വളരെ കാലമായി തേടി നടക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഇയാളെയും കുടുംബത്തെയും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ വധിച്ചത്. മാത്രമല്ല ഹമാസ് തടവിലാക്കിയിരുന്ന ഇസ്രായേലുകാരായ ബന്ദികളുടെ ഭീകരമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതും ബർദാവിൽ തന്നെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്.